പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ ഒരു മണിക്കൂറിന് വേണ്ടി ഞങ്ങൾ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പഠിക്കാൻ ഞങ്ങളെ അമ്മ പ്രത്യേകം അമ്മയുടെ പ്രാർത്ഥനയിലൂടെ സഹായിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മൾ വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കാനായിട്ട് ദൈവം അവസരം തരികയാണ്. മർക്കോസ് 9:42 മുതൽ 48 വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഈ 42 മുതൽ 48 വരെ കർത്താവ് പറയുന്നത്, ഒന്ന്, ആർക്കും ഉതപ്പ് കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തേത്, നിത്യജീവൻ അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് നിത്യജീവന് തടസ്സം വരുത്തുന്നത് എത്ര വലുതാണെങ്കിലും എത്ര വേണ്ടപ്പെട്ടതാണെങ്കിലും അതിനെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരുന്നത്, ഈ ഒരിക്കലൊരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് പറഞ്ഞതാണ്. അതായത് അവന് നല്ല ഒരു ജോലി കിട്ടി, വലിയ ശമ്പളമുള്ള ജോലി. എവിടെയാണെന്നൊക്കെ ഞാൻ മറന്നുപോയി, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ മറന്നുപോയി. പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവൻ നോക്കിയപ്പോൾ ഞായറാഴ്ച ഉൾപ്പെടെ പണിയെടുക്കണം, ഞായറാഴ്ചയും വർക്കിംഗ് ഡേ ആണ്. അവൻ ആ ഒറ്റ കാരണം കൊണ്ട് ആ ജോലി വേണ്ടാന്ന് വെച്ചു, ആ ജോലിക്ക് പോയില്ല. അപ്പോൾ പിന്നെ കണ്ടിട്ടില്ല, പിന്നെ എവിടെയാണെന്ന് അറിയാൻ പാടില്ല ഇപ്പോൾ. പക്ഷെ ഞാനിത് ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലത് ഓർമ്മ വന്നു. അതായത് എത്രമാത്രം നിത്യജീവന് ദൈവത്തെ ആരാധിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്, വിശുദ്ധ കുർബാന എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് കണ്ടിട്ട് ഈ മനുഷ്യൻ വലിയ ശമ്പളമുള്ള ജോലി വേണ്ടാന്ന് വെച്ചിട്ട്, അത് ഈ ഒറ്റ കാരണം. നമ്മളാണ് സാധാരണ ഗതി പറയില്ലേ, എപ്പോഴെങ്കിലും പോയി ഒരു കുർബാന കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറയില്ലേ, അത് ഞായറാഴ്ച എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പോകണം, ഒറ്റ കാരണം കൊണ്ട് ജോലി വേണ്ടാന്ന് വെച്ച്. അപ്പം അങ്ങനെ നിത്യജീവന് വില കൊടുക്കുന്ന മനുഷ്യർ ഈ ലോകത്ത് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഈ മെജുഗൂരിയിൽ നമ്മുടെ ഒരു ടീം, ഇവിടെ നമ്മുടെ കുറച്ച് സഹോദരന്മാർ മെജുഗൂരി പോയിരുന്നു. അപ്പോൾ മെജുഗൂരി പോയപ്പോൾ അവിടെ വെച്ച് അവർ ഒരു മനുഷ്യനെ കണ്ടുമുട്ടി, ഇംഗ്ലണ്ടിലൊരു മനുഷ്യനെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാന്നൊക്കെ ചോദിച്ചു. പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്നാന്നൊക്കെ പറഞ്ഞു ഈ ഡാനിയലച്ഛനെ അറിയുമെന്ന് ചോദിച്ചു ഞങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അവിടെ അച്ഛൻ്റെ കൂടെ ഉള്ളവരാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങേര് കാരണം ഞാൻ ഒന്നുമില്ലാത്തവനായ ഒരാളാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ശരിക്കും വിഷമിച്ചു. പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ പറഞ്ഞു. ആദ്യം പറഞ്ഞു വന്നപ്പോൾ എന്താണെന്നറിയാം, ഈ മനുഷ്യന് ഈ കള്ള് കച്ചവടമായിരുന്നു. അപ്പോൾ ആ വചനം കേട്ടിട്ട് അയാളത് മുഴുവൻ അവസാനിപ്പിച്ചിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് മാറി. അങ്ങനെ ഉള്ള മനുഷ്യരുണ്ട്. ഇവിടുന്ന് ഈ മെജുഗൂരിപ്പോയ ആളുകൾ കണ്ടാണ് ഒരു മനുഷ്യനെ. ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ എയർപോർട്ടിൽ എന്നെ സ്വീകരിക്കാൻ വന്നത് ഒരു ശ്രീലങ്കക്കാരനായ മനുഷ്യനാണ്. കുറച്ച് മലയാളം അറിയാം, തമിഴും മലയാളം കുറച്ചറിയാം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ മനുഷ്യൻ എന്നെ കാണുമ്പോൾ കരയൊക്കെ ചെയ്യാണ്. ഞാൻ വിചാരിച്ചു, എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ എന്നോട് ഇത്രയും വികാരാധീനനായി ഇടപെടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നാണ് അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഈ വചനം കേൾക്കുന്ന ആളാണ് യൂട്യൂബിലെ. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഡ്രൈവറായിട്ട് പിന്നെ വന്നതാണ്, വണ്ടിയും കൊണ്ട് വന്നതാണ് വിളിക്കാൻ വേണ്ടി. ഈ മനുഷ്യനും ഇത് തന്നെ ആയിരുന്നു പരിപാടി, ഈ മദ്യക്കച്ചവടം. അവിടെ ഈ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് വിൽക്കുന്ന പോലെ വിൽക്കാം. അപ്പോൾ സാധാരണ കടയിൽ ഈ സാധനമുണ്ട്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചു. നമുക്ക് ഇന്ത്യയിലെ വലിയൊരു മദ്യ മുതലാളി, ഞാൻ പേര് പറയുന്നില്ല, അയാളുമായിട്ട് ആയിരുന്നു ഇടപാട്. എന്നിട്ട് പിന്നീട് അതെല്ലാം കളഞ്ഞു. അയാൾക്ക് കൊണ്ട് ബ്ലാങ്ക് ചെക്ക് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തരാനുള്ളത് മുഴുവൻ എഴുതിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം. ആ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മദ്യം വഴി ഉണ്ടാക്കിയത് മുഴുവൻ ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. ഇനി ഒരു അത്ഭുതം കൂടെ കേട്ടോ. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഏതാണ്ട് 12 വർഷത്തിലധികമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. കർത്താവ് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന നിത്യജീവനുള്ള വിലയെ കരുതി ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹം ഒരു വശത്ത്, മറുവശത്ത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടെന്ന് ഞാൻ പറയുകയാണ്. ഈ നിത്യതയെ വില കൽപ്പിക്കുന്ന ആളുകൾ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു ഗൗരവം ഈ വിഷയത്തിൽ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് ഈ കർത്താവ് പറഞ്ഞ ഈ വചനത്തെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കഥകൾ ഞാൻ പറഞ്ഞാണ്, അറിയാത്തത് ദൂരം കാണും. അപ്പോൾ ഈ നിനക്ക് കണ്ണോ കാതോ കാലോ എന്ത് പ്രധാനപ്പെട്ടതാണെങ്കിലും അത്
ദൈവത്തിൽ നിന്ന് തന്നെ അകറ്റുന്നെങ്കിൽ അത് ഉപേക്ഷിക്കണം. ഇനി അതിനുശേഷം 49 വാക്യം, കാരണം എന്നിട്ട് കാരണം പറയുകയാണ്, എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ടു പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ കുറച്ച് ഉപ്പ് വചനങ്ങൾ പറയാൻ പോവാണ്. 49-50 ഉപ്പ് വാക്യങ്ങളാണ്. 3-4 സെൻറ്റൻസ് ഉണ്ട്. എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണെന്നാൽ ഉറകെട്ട് പോയാൽ അതുകൊണ്ട് എങ്ങനെ ഉറകൂട്ടും? നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, പരസ്പരം സമാധാനത്തിൽ വർത്തിക്കുകയും ചെയ്യുവിൻ. നമ്മൾ ഈ തിന്മയ്ക്കെതിരെ നിതാന്തമായി സമരം ചെയ്യണമെന്നാണ് തൊട്ടു മുമ്പ് പറഞ്ഞത്. അടുത്ത ചോദ്യം, അതെങ്ങനെ സംഭവിക്കും? എങ്ങനെ പറ്റും? അത് എങ്ങനെ തിന്മയ്ക്കെതിരെ സമരം ചെയ്യാൻ പറ്റുന്നത്? ഈ ജഡത്തിൽ നിന്ന് അതിന് പറ്റുമോ? അതിനെ എന്ത് ചെയ്താൽ പറ്റും? അതിനുള്ള ഉത്തരവാണ്. അപ്പോൾ നമ്മൾ ഈ ഉപ്പിനെക്കുറിച്ച് പെട്ടെന്ന് കുറച്ചൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകണം. ഒന്നാമത്തെ കാര്യം, ദൈവം കൽപ്പിച്ച നിയമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നിയമമായിരുന്നു, നിങ്ങൾ എന്ത് ബലിയർപ്പിച്ചാലും ആ ബലിവസ്തുവിൽ ഉപ്പ് ചേർക്കണം. അത് ഇഷ്ടംപോലെ വചനങ്ങളുണ്ട്. നമുക്ക് 1-2 ഒരു സാമ്പിളിന് വായിക്കാം. എസെക്കിയേൽ 43:24, നീ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം, പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറി അവയെ ദഹനബലിയായി കർത്താവിന് സമർപ്പിക്കണം. എസെക്കിയേൽ 43:24, ഉപ്പ് വിതറി ദൈവത്തിന് ദഹനബലിയായി സമർപ്പിക്കണം. പുറപ്പാട് 30:35, സുഗന്ധതൈലം നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പും ചേർത്ത് ധൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുക. അപ്പോൾ ദൈവാരാധനകളിൽ, ബലികളിൽ ഉപ്പ് നിർബന്ധമായിരുന്നു. ഇനി അതിനവർ വിളിച്ചിരുന്നത് ഉടമ്പടിയുടെ ഉപ്പ് എന്നാണ്. മനസ്സിലായി? സോൾട്ട് ഓഫ് ദ കവനൻറ്റ്, അങ്ങനെ അവർ വിളിച്ചിരുന്നു ഉപ്പിനെ. അത് ലേവ്യരുടെ പുസ്തകം 2:13 നമ്മൾ അങ്ങനെ ഒരു റെഫറൻസ് കാണുന്നുണ്ട്. ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്, എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. കണ്ടോ? അപ്പോൾ ഈ ഉപ്പ് ബലിയുടെ ഭാഗമായിരുന്നു. ഉപ്പ് ബലികളിൽ നിർബന്ധമായിരുന്നു. എന്താണ് ഉപ്പ്? ഇവിടെ എന്തിനാണ്? അപ്പോൾ ഒന്ന്, എന്താണ് ഈ ഉപ്പ്? ഈ ഈശോ ഉദ്ദേശിക്കുന്ന ഈ ഉപ്പ് എന്താണ്? 2, എന്തിനാണ് ഈ ഉപ്പിനെ കുറിച്ച് ഇവിടെ പറയുന്നത്? ഈ 2 ചോദ്യങ്ങൾക്കാണ് ഇവിടെ ഉത്തരം കിട്ടേണ്ടത്. ഒന്ന്, രണ്ടാമത്തേതിന് ആദ്യം ഉത്തരം പറയാം. എന്തിനാണ് ഈ ഉപ്പിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത്? ഉപ്പിനെ കുറിച്ച് പറയുന്നതിൻ്റെ കാരണം, നമുക്ക് ഈ കർത്താവ് പറയുന്നത് പോലെയുള്ള ഉയർന്ന ഒരു ജീവിത നിലവാരം ജീവിക്കാൻ എങ്ങനെ പറ്റും? അതിന് ഒരു തീഷ്ണതയുണ്ടെങ്കിലേ പറ്റൂ, ഒരു ദൈവസഹായം ഉണ്ടെങ്കിലേ പറ്റൂ, അതിന് കൃപയുണ്ടെങ്കിലേ പറ്റൂ, അതിനൊരു തീ കത്തിയാലേ പറ്റൂ. അതാണ് കർത്താവ് പറയുന്നത്. ആ തീയാണ്, ആ അഗ്നിയാണ്, ആ തീഷ്ണതയാണ് ഈ ഉപ്പ്. അതാണ് നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത്. ഉപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ശരിക്കും നിങ്ങളുടെ അകത്ത് മനുഷ്യരെ സ്വാദുള്ളതാക്കുന്ന, വസ്തുക്കളെ ജീർണിക്കാതിരിക്കാൻ സഹായിക്കുന്ന, അന്നത്തെ കാലത്ത് ഉപ്പ് വളമായിട്ട് ഉപയോഗിച്ചിരുന്നു. മനുഷ്യരെ ഈ കൃഷി, കാർഷിക ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ എന്താ പറയുക, കൃഷിയെ നശിക്കാതെ കാത്തു സൂക്ഷിക്കുന്ന, നല്ലതായിട്ട് വളരാൻ സഹായിക്കുന്ന ഉപ്പ് നമ്മുടെ അകത്തുള്ള എന്തോ ഒരു സാധനമാണിത്. ക്രിസ്ത്യാനിയുടെ അകത്ത് നിലനിൽക്കേണ്ട ഒരു തീഷ്ണത, അഭിഷേകം, വിശുദ്ധി, അല്ലെങ്കിൽ ഒരു വ്യത്യാസം, അതൊക്കെയാണ് ഈ ഉപ്പ്. അതുണ്ടാവണമെങ്കിൽ, അതുണ്ടായാലേ നിങ്ങൾക്ക് സാക്ഷ്യം നൽകാൻ പറ്റും. അർത്ഥം നേരത്തെ അതിലെ പറഞ്ഞേ, എതിർ സാക്ഷ്യം കൊടുക്കരുത്, നിങ്ങൾ സാക്ഷ്യമാവണം. അങ്ങനെ സാക്ഷ്യമാവണമെങ്കിൽ നമ്മുടെ അകത്ത് മറ്റുള്ളവർക്കില്ലാത്ത ഒരു ഉപ്പ് ഉണ്ടാവണം, ഒരു തീഷ്ണത ഉണ്ടാവണം, ഒരു ഫേവർ, റിയൽ ഫേർവർ ഉണ്ടാവണം. അപ്പം അത് നഷ്ടപ്പെട്ടു പോയാലോ? നഷ്ടപ്പെട്ടു പോയാൽ കർത്താവ് പറയാണ്, അത് പിന്നെ പുറത്തേക്ക് എറിഞ്ഞ് ചവിട്ടി മെതിക്കാനേ കൊള്ളത്തുള്ളൂ. സോഡിയം ക്ലോറൈഡിൽ നിന്ന് ഉപ്പ് പോകത്തില്ല കേട്ടോ, ഉപ്പ് ഒരിക്കലും പോകത്തില്ല, ഉപ്പ് തന്നെ ആയിരിക്കും. പിന്നെ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഇവിടെ ഉദ്ദേശിക്കുന്നത്, പഴയ കാലത്ത് ഉപ്പ് കച്ചവടം ചെയ്യുന്ന ആളുകൾ അതിനകത്ത് മണ്ണ് കലർത്തുമായിരുന്നു, വെള്ള മണ്ണ്, തൂക്കം കൂട്ടാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ പോലെ ലാബും ടെസ്റ്റും ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് പോലും പാലെന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കുന്നത് പാലൊന്നും അല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഉപ്പിനകത്ത് ഈ വെള്ളമണ്ണും പിന്നെ ഈ വെള്ളക്കല്ലും അതൊക്കെ വെച്ച് മിക്സ് ചെയ്യും, മണൽ ചേർത്ത് മിക്സ് ചെയ്യുന്ന ഞാൻ വായിച്ചത്.
അപ്പോൾ എന്നിട്ടിത് കച്ചവടം ചെയ്യും. അപ്പോൾ ഒരമ്മ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് ശരിക്കും ഉപ്പ് കുറവാണ്. ഉപ്പിനകത്തുള്ളൊരു ഉപ്പ് ഇതിനകത്തില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ അത് കൃഷി വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇത് ഉപ്പില്ല, ഉപ്പ് കുറവാണ്, ഇത് മണ്ണാണ്. അങ്ങനെ ഉപ്പിന് ഉപ്പ് നഷ്ടപ്പെട്ടു പോകുക എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഉപ്പിൽ മായം കലരുക എന്നുള്ളതാണ്. ശരിക്കും ശ്രദ്ധിച്ചോണേ. മാമോദീസായിൽ ഒരാൾക്ക് കിട്ടിയ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടൊന്നും പോകുന്നില്ല. ഒരിക്കലും ആ മുദ്രയൊന്നും മായുന്നൊന്നുമില്ല. ഉപ്പ് അവിടെ തന്നെ ഉണ്ട്. സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഉപ്പിൽ മായം കലരുകയാണ്. ഈ വേൾഡ് കയറി മിക്സ് ചെയ്യുകയാണ്, ലോകം കയറി കലരുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആരുടെയും അഗ്നിയൊന്നും പോയിട്ടൊന്നുമില്ല. ലോകം ഉപ്പല്ലാത്തത് കയറി ഉപ്പാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. മിക്സിങ് വന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മിക്സിങ് വന്നപ്പോൾ ഇതിന് ഉപ്പ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റാതായി. അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് പഴയ പോലെ പവറില്ല, കാല് കുത്തുന്നിടത്തൊരു അഭിഷേകമില്ല, വ്യത്യാസമില്ല, മനുഷ്യ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്, മറ്റുള്ളവരെ പോലെ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഒരു റാഡിക്കലായ വ്യത്യാസം സമൂഹത്തിൽ വരുത്താൻ നമ്മുടെ പ്രസൻസിന് പറ്റുന്നില്ല. ഇപ്പം 700 കോടി മനുഷ്യരിൽ 700 കോടി പേരും ക്രിസ്ത്യാനികളാവണമെന്നൊന്നുമില്ല ലോകം നവീകരിക്കപ്പെടാൻ. അതിലൊരു 10 കോടിയൊന്നും വേണ്ട, 10 ലക്ഷം മതി. ഒരു ദേശത്ത് എല്ലാവരും ഒന്നും കൃപയിലാവണമെന്നൊന്നുമില്ല, ഒരാളായാൽ മതി. പക്ഷെ ഒരാൾ പോലും ഇല്ലെന്നാണല്ലോ സങ്കടം. അപ്പോൾ ഈ ഉപ്പില്ല, മിക്സിങ് വരികയാണ്, മായം കലരുകയാണ്, ഉപ്പിന് ഉറകെട്ട് പോവാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, ഉറ കൂട്ടപ്പെടും. എന്തിനാൽ? അഗ്നിയാൽ. അപ്പോൾ ഈ കലർന്ന മായത്തെ എങ്ങനെ നീക്കിക്കളയാൻ പറ്റും? അഗ്നി ഇറങ്ങിയാൽ പറ്റും. മനസ്സിലാവുന്നു? ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നു? അതായത് കർത്താവ് പറയാണ്, നിങ്ങൾ കണിശമായ കാർക്കശ്യമായ ഒരു ജീവിതം നയിക്കണം. എന്ത് ജീവിതം? കണ്ണാണ് നിനക്ക് പാപഹേതുവെങ്കിൽ അത് കളയണം. ഇങ്ങനെയൊക്കെ പറ്റുമോ? നമ്മൾ സാധാരണ മനുഷ്യരല്ലേ, ഈ ജഡത്തിൽ ഇത് പറ്റുമോ? കർത്താവ് പറയാണ് പറ്റും. കാരണം നിങ്ങളിൽ ഉപ്പുണ്ട്, നിങ്ങൾ മുദ്ര ചെയ്യപ്പെട്ടവരാണ്, നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്, നിങ്ങളിൽ ഉപ്പുണ്ട്. എന്നാൽ ഉപ്പിനിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഉപ്പിൽ മായം കലർന്നിരിക്കുന്നു, ഉപ്പ് ഉറകിട്ട് പോയിരിക്കുന്നു. എങ്ങനെ വീണ്ടും ഉറകൂട്ടും? ഉറകൂട്ടാൻ അഗ്നി വരണം. യേശയ്യ 1:25 നല്ലൊരു വചനം ഇതിന്. ഞാൻ എൻ്റെ കരം നിനക്കെതിരായി ഉയർത്തും, ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം നീക്കിക്കളയും. കണ്ടോ? അതായത് ഇതിപ്പോൾ ഈ മിക്സിങ് നടന്നിരിക്കുകയാണ്. നല്ല ലോഹവും കൊള്ളാത്ത ലോഹവും തമ്മിൽ മിക്സ് ആയിപ്പോയി. കർത്താവ് പറയാണ്, ഞാനൊരു തീ ഇറക്കും. അങ്ങനെയല്ലേ സ്വർണ്ണം ശുദ്ധീകരിക്കുന്നത്? അപ്പോൾ ആ തീ ഇറക്കിയിട്ട് ഞാൻ ശുദ്ധീകരിക്കുമ്പോൾ നിന്നിലെ വിലകെട്ടവ നീക്കിക്കളയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, എന്താണ് ഈ അഗ്നി? എന്താണ് ഈ അഗ്നി? അതിന് ഒരു 3 ഉത്തരം നമുക്ക് പറയാം. എന്താണ് ഈ അഗ്നി? നമ്മളെ ഉറകെട്ട് പോകാതിരിക്കാൻ സഹായിക്കുന്ന അഗ്നി എന്താണ്? ഒന്നാമത്തേത്, കർത്താവ് പറഞ്ഞിരുന്നു, പുരോഹിതന്മാരോട് പറഞ്ഞിരുന്നു, ഈ വിശുദ്ധ സ്ഥലത്ത് ദീപപീഠമുണ്ട്, അതിലെ തിരി കെട്ടുപോകരുത്, വിളക്ക് കെട്ടുപോകരുത്, ബലിപീഠത്തിലെ അഗ്നി കെട്ടുപോകരുത്. അപ്പോൾ അഗ്നി കെട്ടുപോകരുതെന്ന് ദൈവം അനുശാസിച്ച അഗ്നി ഒന്നാമതായിട്ട് അവബോധമാണ്, ബോധമാണ്. അതായത് ദൈവം എന്താഗ്രഹിക്കുന്നു, എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധി, എന്താണ് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം എന്നിൽ നിന്ന് ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരിക്കലും ഈ ബോധം പോകാൻ പാടില്ല. അതാണ് അഗ്നി. അവയർനെസ്, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന അവയർനെസ്. ഇതാണ് ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്റ്റാൻഡേർഡ്, 100ൽ 100 എന്ന അവയർനെസ്. അതാണ് ഒന്നാമതായിട്ട് അഗ്നി. അപ്പോൾ ഉറകെട്ട് പോകാതിരിക്കാൻ സഹായിക്കുന്നത് അവബോധമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറഞ്ഞാൽ വചനമാണ്. അപ്പോൾ ഉറകെട്ട് പോകാതിരിക്കാൻ സഹായിക്കുന്ന അഗ്നി ഒന്നാമതായിട്ട് വചനമാണ്. അപ്പോൾ എന്നും ഈ വചനവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൽ ദൈവം എന്താഗ്രഹിക്കുന്നു, ദൈവം എങ്ങനെ ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഇതിപ്പോൾ വചനം പറഞ്ഞു തരും. അപ്പോൾ ആ വചനം നമ്മൾ ഉള്ളിൽ നഷ്ടപ്പെടാതിരിക്കുമ്പോൾ, ആ തീ കെടാതിരിക്കുമ്പോൾ ഉറകെടാതിരിക്കാൻ പറ്റും. ഒന്നാമത്തേത്. ഇനി രണ്ടാമതായിട്ട്, ഇത് എഴുതപ്പെടുന്നത്, മർക്കോസ് എഴുതപ്പെടുന്നത് ഞാൻ ആമുഖ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു,
മതപീഡനം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യാനികളെ ഉറപ്പിക്കാൻ എഴുതിയ സുവിശേഷമാണിത്, റോമിൽ. അപ്പോൾ കിരാതന്മാരായ ചക്രവർത്തിമാരുടെ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന വിശ്വാസി സമൂഹത്തെ നിങ്ങൾ മടുത്തു പോവല്ലേ എന്ന് പറയാൻ എഴുതിയ സുവിശേഷമാണിത്. അപ്പോൾ അവരുടെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അഗ്നി പീഡനത്തിൻ്റെ അഗ്നിയാണ്, സഹനത്തിൻ്റെ അഗ്നിയാണ്. ഉറകെട്ടു പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന രണ്ടാമത്തെ അഗ്നി സഹനങ്ങളാണ്, വേദനകളാണ്. നമുക്കുണ്ടാവുന്ന അപ്രതീക്ഷിതമായ സഹനങ്ങളാണ് നമ്മുടെ തീ കെടാതിരിക്കാൻ സഹായിക്കുന്നത്, നമ്മളൊന്ന് മന്ദീഭവിച്ച് പോകാതിരിക്കാൻ സഹായിക്കുന്നത്, കുറച്ചുകൂടെ കയറി വരാൻ സഹായിക്കുന്നത്. സത്യമല്ലേ? തിരിഞ്ഞു നോക്കുമ്പോൾ സത്യമല്ലേ? നമ്മളെ ഓരോ തവണയും ദൈവത്തോട് അടുപ്പിച്ചത്, നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് സഹനങ്ങൾ തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തേത് ഈ സഹനത്തിൻ്റെ, പീഡനത്തിൻ്റെ അഗ്നി. മൂന്നാമത്തേത് പെന്തക്കോസ്തായിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, ആത്മാവിൻ്റെ അഗ്നി. അത് നമ്മുടെ ഉപ്പ് ഉറകിട്ട് പോകാതിരിക്കാൻ സഹായിക്കും, പെന്തക്കോസ്തായിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 വചനം, 2 സഹനം, 3 റൂഹ. ഈ 3 അഗ്നി ഈശോ പറയുകയാണ് ഉറകെട്ട് പോകാതിരിക്കാൻ സഹായിക്കും. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ട് പോയാൽ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. മനസ്സിലായോ? ആദ്യം മറ്റേ വന്നിരിക്കുന്നതുകൊണ്ട് സംശയം വരും. ഞാൻ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഓർഡർ ഇങ്ങനെയാണ്: ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ട് പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരേണ്ടത്. കർത്താവ് പറഞ്ഞത് തിരിച്ചാണ്. ആദ്യമാണ് പറഞ്ഞിരിക്കുന്നത് അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുകയാണ്. കാരണം ഉപ്പ് നല്ലതാണ്, പക്ഷേ ഉറകൂട്ടമായ പ്രയോജനമില്ല, അതുകൊണ്ട് അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. എന്നിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ. ഉപ്പ് ഉണ്ടായിരിക്കട്ടെ പറഞ്ഞാൽ തീക്ഷ്ണത ഉണ്ടായിരിക്കട്ടെ, ഈ അവബോധം ഉണ്ടായിരിക്കട്ടെ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ബോധത്തോടെ ജീവിക്കാൻ പറ്റട്ടെ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ തീക്ഷ്ണത നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാര്യം കൂടെ സഹായിക്കും. അതാണ് അവസാനത്തെ സെൻറ്റൻസ്. എന്താണെന്നറിയോ? പരസ്പരം സമാധാനത്തിൽ വർത്തിക്കണം. അതെന്താ? സ്നേഹം. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ചാൽ ഉപ്പ് പോകാതിരിക്കും. അതാണ് എബ്രായർ 12 പറയുന്നത്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി അഭിലഷിക്കണം. എല്ലാവരോടും സമാധാനത്തിൽ, അത് എവിടെയെങ്കിലും ആരോടെങ്കിലും സമാധാനം ഉണ്ടാവാൻ ഇനിയും ഉണ്ടെങ്കിൽ സമാധാനം റെക്കൺസൈൽഡായി ഈ ഉപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ. അപ്പം ശരിക്കും പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞു തന്നത്. ഈശോ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ വളരാൻ ദൈവം പറഞ്ഞു തരുന്നത് പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് വചനം, രണ്ടാമത്തെ കാര്യം സഹനം, മൂന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ്, നാലാമത്തെ കാര്യം സമാധാനം, സ്നേഹത്തിൽ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്ന സമാധാനം. കൊളോസോസ് 4-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കണ്ടോ? നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണ നിറഞ്ഞതും ഹൃദ്യവും ആയിരിക്കണം. കണ്ടോ? അതാണ് നിയമം. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, നമ്മൾ അത്രമാത്രം ശ്രദ്ധയുള്ള ഒരു ജീവിതം നയിക്കണമെന്നതിൻ്റെ അനുശാസനമാണ് ഇവിടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇത്രമാത്രം ഉയർന്നൊരു ജീവിത നിലവാരമാണ് അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടി കർത്താവെ, രക്ഷയുടെ വഴിയിൽ നിലനിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കണം, അങ്ങയുടെ കൃപയെ ആശ്രയിക്കണം എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സമയത്ത് ദൈവമേ, ഞങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയും ഉതപ്പ് നൽകിയ എല്ലാ സാഹചര്യങ്ങൾക്കും മാപ്പ് ചോദിക്കുന്നു. കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.